CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോണാണ് നമ്മോടൊപ്പമുള്ളത്. സർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ്. UDF പ്രധാനമായും കിഫ്ബി പദ്ധതികളെ അതിന്റെ ദോഷവശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വോട്ട് തേടുന്നത്. യഥാർത്ഥത്തിൽ കിഫ്ബിയെ പറ്റി അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? കിഫ്ബിയിലൂടെ നടപ്പാക്കിയ റോഡ് മോശമെന്നല്ല പറഞ്ഞത്. കിഫ്ബി എന്ന പ്രോസസ് ഇവിടെ വന്നതോടുകൂടി പദ്ധതി അഥവാ പ്ലാൻ മരിച്ചു. കഴിഞ്ഞ 5-6 വർഷക്കാലമായി ഒരു രൂപ പോലും പഞ്ചവത്സര പദ്ധതിയിൽ വർദ്ധിക്കുന്നില്ല. അതിന്റെ ഭാഗമായി പഞ്ചവത്സര പദ്ധതിയുടെ 25% കൊടുക്കുന്ന പഞ്ചായത്ത് രാജിന്റെ ഫണ്ട് വർദ്ധിക്കുന്നില്ല. SC ഷെഡ്യൂൾ കാസ്റ്റ് ഫണ്ട് വർദ്ധിക്കുന്നില്ല. അതായത് SCP സ്പെഷ്യൽ കോമ്പണന്റ് പ്ലാൻ, സബ് പ്ലാൻ, അതുപോലെ തന്നെ ട്രൈബൽ സബ് പ്ലാൻ, ട്രൈബൽ TSP, ഈ 3 കാര്യങ്ങളും പദ്ധതിയുടെ അടങ്കൽ വർദ്ധിക്കാത്തതിന്റെ ഫലമായി വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ LDF പറയുന്നത് സ്കൂൾ കെട്ടിടങ്ങൾ വന്നു, റോഡുകൾ വന്നു. ഇപ്പോൾ ഉദാഹരണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത, അത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മുടങ്ങിക്കിടന്നൊരു പദ്ധതിയാണ്. LDF സർക്കാർ വന്നപ്പോൾ അതിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പല സാധാരണക്കാരും അങ്ങനെയാണ് കാണുന്നത്. അത് കിഫ്ബി പദ്ധതി അല്ലേ എന്നാണ് ചോദിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പറയുക? കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പഞ്ചവത്സര പദ്ധതിയിലൂടെയും വാർഷിക പദ്ധതിയിലൂടെയും നടപ്പാക്കാമായിരുന്നു. അതിന് തോമസ് ഐസക് പറയുന്ന ഒരു മറുപടി എന്നുള്ളത്, ഒരു പദ്ധതി പ്രഖ്യാപിച്ചൊരു റോഡിന്റെ നിർമ്മാണമാണെങ്കിൽ 25 വർഷങ്ങൾ കൊണ്ട് മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയൂ. ഇത് ഒറ്റയടിക്ക് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതൊക്കെ പച്ചക്കള്ളമാണ്. നായനാർ തുടങ്ങിയ പദ്ധതിയൊക്കെ 25 കൊല്ലം കൊണ്ടാണോ പൂർത്തീകരിച്ചത്? അച്യുതാനന്ദൻ തുടങ്ങിയതൊക്കെ 25 കൊല്ലം കൊണ്ടാണോ പൂർത്തീകരിച്ചത്? അല്ലല്ല, അതൊക്കെ വളരെ തെറ്റാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ പ്ലാൻ, അതിൽ തന്നെ ആന്വിറ്റി പ്ലാനുകളുണ്ട്. ഇവിടെ വലിയ കരാറുകാരെ പിടിച്ചിട്ട് വർഷാവർഷം പദ്ധതിയിൽ നിന്ന് കൊടുക്കുന്ന, വാർഷികമായി പണം കൊടുക്കുന്ന പദ്ധതികളുണ്ട്. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതൊക്കെ തൻ്റെ ഒരു സ്വപ്നം എന്നൊക്കെ പറഞ്ഞ ഈ കിഫ്ബി അത് കേമമാണെന്ന് പറയാനുള്ള ഒരു നുണയാണ്. അങ്ങയുടെ അഭിപ്രായത്തിൽ കിഫ്ബി കൊണ്ട് എന്തെങ്കിലും നേട്ടം കേരളത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇനി സമീപ ഭാവിയിൽ ആ പദ്ധതിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? കിഫ്ബി എന്നതൊരു കമ്പനിയുടെ പേരാണ്. കിഫ്ബി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരാണല്ലേ. അതുകൊണ്ട് എന്ത് ഗുണം ആർക്കുണ്ടാവാനാണ്? പക്ഷേ കിഫ്ബിയിലെ പദ്ധതികളെല്ലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ പഞ്ചായത്ത് രാജിന് ഇന്ന് ലഭിക്കുന്ന തുകയേക്കാൾ 10,000 കോടിയെങ്കിലും കൂടുതൽ കിട്ടുമായിരുന്നു. ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗങ്ങൾക്ക്, ട്രൈബൽ വിഭാഗങ്ങൾക്ക് വർധനവുണ്ടാകുമായിരുന്നു. അതാണ് വിമർശനം. ഇക്കുറി എങ്ങനെയാണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും UDF നേടി. ഇക്കുറി എങ്ങനെയാണ് ഒരു UDFന്റെ സാധ്യത അങ്ങ് എങ്ങനെ കാണുന്നു? UDFന് വലിയ സാധ്യതയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ല കാലം കഴിഞ്ഞു. അവർ കൊട്ടിഘോഷിച്ച മോഡി പ്രഭാവം അസ്തമിച്ചു. മോദിയുടെ കാന്തിക ശക്തിക്ക് ഇടിവ് തട്ടി. ഇവിടെ പിണറായി വിജയന്റെയും സ്ഥിതി അത് തന്നെയാണെന്ന് മാത്രമല്ല, ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു ഗവൺമെന്റായിട്ട്, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റായിട്ട് കേരള ഗവൺമെന്റ് മാറി. അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഈ 2 ഗവൺമെന്റുകൾക്കുമെതിരായ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായ ഒരു വിധിയെഴുത്തായിരിക്കും. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ വിജയം ഉണ്ടാകുമെന്നാണ് CP ജോൺ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ LDF പ്രചാരണത്തിൽ ഉന്നയിക്കുന്ന കിഫ്ബി പദ്ധതിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.